ഹലോ ഫ്രണ്ട്സ്, ബാൻഷി സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നായകന്റെ പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ഈ സമയം അവൻ അവരുടെ ഒരു മോഷണം വിജയിച്ചതിന്റെ സന്തോഷത്തിൽ റാബിറ്റിന്റെയും ക്യാരിയുടെയും കൂടെ മദ്യപിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിനിടയിൽ അവരുടെ സുഹൃത്ത് നായകനോട് അവർക്ക് മോഷണം നടത്താനായി ആ സ്ഥലത്തിന്റെ സ്കെച്ച് വരച്ചു തന്നത് ആരാണെന്ന് ചോദിക്കുന്നു. എന്നാൽ നായകൻ അത് കുറച്ച് സീക്രട്ട് ആണെന്നും പുറത്തു പറയാൻ ആവില്ലെന്ന് അയാളോട് പറയുന്നു. ഇതെല്ലാം കേട്ട റാബിറ്റ് ചിരിച്ചുകൊണ്ട് അവരോടെല്ലാം അവരുടെ ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി പറയുന്നു. ക്യാരിയും റാബിറ്റിന്റെ ബോഡിഗാർഡും അവിടെ നിന്നും മാറിയതും അയാൾ നായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ മകനെ പോലെയാണ് കാണുന്നതെന്നും അതുകൊണ്ടാണ് ഞാൻ എന്റെ മകളെ പോലും നിന്റെ കൂടെ മോഷണങ്ങൾക്ക് വിടുന്നതെന്ന് വികാരഭരിതനായി പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ക്യാരിയെ റൂമിലേക്ക് കൊണ്ടാക്കുന്ന റാബിറ്റിന്റെ ബോഡിഗാർഡിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അയാൾ ക്യാരിയുടെ കൂടെ മുറിയിലേക്ക് കയറാൻ വേണ്ടി അവളുടെ അടുത്ത് ഒലിപ്പിച്ചു നോക്കുന്നു. എന്നാൽ ക്യാരി തനിക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ കയറി വാതിൽ അടക്കുന്നു. ഈ സമയം ജനാലയിലൂടെ മുറിയിലേക്ക് കയറിയ നായകൻ ക്യാരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ശാരീരിക ബന്ധത്തിൽ പോകുന്നു. കാര്യമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം നായകൻ റാബിറ്റ് ഇനി നടത്താൻ പോകുന്ന മോഷണം 10 മില്യൺ ഡയമണ്ട് ശേഖരമാണെന്നും അത് നമുക്ക് അടിച്ചുമാറ്റി മറ്റൊരു നാട്ടിൽ പോയി സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാമെന്ന് പറയുന്നു. എന്നാൽ ക്യാരി തന്റെ അച്ഛൻ എവിടെ പോയാലും നമ്മളെ ട്രേസ് ചെയ്തു വരുമെന്നും കൂടാതെ തന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ആർക്കും ഇതുവരെ ഒന്നും തന്നെ അടിച്ചുമാറ്റാൻ പോലും സാധിച്ചിട്ടില്ലെന്ന് പറയുന്നു. എന്നാൽ നായകൻ നീ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും അതെല്ലാം താൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്തത് ഒരു ബാറിലെ ഡാൻസർ ആയിട്ടുള്ള ജോബിനെ ക്യാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ജോബ് ക്യാരിക്ക് മോഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും പോയി മറ്റൊരു നാട്ടിൽ പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യവും കണ്ട് ബോധ്യമായതും നായകൻ ക്യാരിയോട് നമുക്ക് തീരെ സമയം കളയാൻ ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി തോക്കെല്ലാം നിൽക്കുന്നു. തന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നായകന്റെ ആ ഫ്രണ്ടിന്റെ പേരാണ് ഫാറ്റ്വ. അയാൾ നായകനോട് നിനക്ക് എന്ത് സഹായമാണ് താൻ ചെയ്ത് നൽകേണ്ടതെന്ന് ചോദിക്കുന്നു. ക്യാരി അവർക്ക് വേണ്ട തോക്കുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത ശേഷം നായകൻ തന്റെ കൂട്ടുകാരനോട് അവന്റെ കയ്യിൽ തൽക്കാലം ഇപ്പോൾ തരാൻ വേണ്ടി പൈസ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഫാറ്റ്വ നായകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ പണ്ട് എന്റെ ജീവൻ രക്ഷിച്ചതിന് പകരം നൽകുന്നതാണെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് മോഷണത്തെപ്പറ്റി പ്ലാൻ ചെയ്യുന്ന റാബിറ്റിനെയും ആൾക്കാരെയുമാണ് കാണിക്കുന്നത്. റാബിറ്റിൽ നിന്നും ആ ബിൽഡിംഗിൽ ചെന്ന ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിയതും നായകനും ക്യാരിയും നേരെ ജോബിന്റെ അടുത്ത് ചെന്ന് അവരുടെ പുതിയ ഐഡന്റിറ്റിയുടെ ഡീറ്റെയിൽസ് ശേഖരിച്ച ഉടനെ ജോബിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ റാബിറ്റിനെ ആക്രമിക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന നായകനെയും ക്യാരിയെയും ആണ് കാണിക്കുന്നത്. അവർ ആ പള്ളിയുടെ ഹാളിലേക്ക് കയറി ചെന്നതും റാബിറ്റിന്റെ ചേട്ടൻ നിങ്ങൾ കയറി വന്നിരിക്കുന്നത് കെണിയിലോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആൾക്കാരെ ഉപയോഗിച്ച് അവരെ രണ്ടുപേരെയും തോക്ക് കൊണ്ട് വളയുന്നു. അവരുടെ ചറപ്പറ വെടിവെപ്പ് കൊണ്ട് തന്നെ നായകനും ക്യാരിക്കും അവർക്ക് ഇവിടെ നിന്നും ജീവനോടെ പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുന്നു. എല്ലാം നഷ്ടപ്പെട്ട വിഷമത്തിൽ ഒരുമിച്ച് മരിക്കാം എന്ന പ്രതീക്ഷയിൽ രണ്ടുപേരും കൈകളും ചേർത്ത് പിടിച്ചിരിക്കുന്ന സമയം ആരും പ്രതീക്ഷിക്കാതെ ജോബും ഫിറ്റ്വായി വന്ന് റാബിറ്റിന്റെ ആൾക്കാരെ എല്ലാം വെടിവെച്ചു കൊല്ലുന്നു. നായകനും ക്യാരിയും കൂടി റാബിറ്റിനെ തോക്കിന്റെ പോയിന്റിൽ നിർത്തിയതും അയാൾ ക്യാരിയും നായകനെയും തന്റെ തൊട്ടടുത്ത് വിളിച്ചിരുത്തിയ ശേഷം അവരോട് കുറച്ചുനേരം തന്റെ കല്യാണത്തിന്റെ ഓർമ്മകളെ പറ്റിയും നല്ല നല്ല സംഭവങ്ങളെ പറ്റിയെല്ലാം പറയുന്നു. സംസാരം കഴിഞ്ഞതും അയാൾ ക്യാരിയുടെ കയ്യിലുള്ള തോക്ക് തന്റെ നെഞ്ചത്തേക്ക് നീട്ടിയ ശേഷം അവളോട് തന്റെ ജീവിതം അവസാനിപ്പിച്ച് തരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ കുറെ നാളുകൾക്കു ശേഷം അവരുടെ ഏറ്റവും വലിയ തലവേദന ഒഴിവായ സന്തോഷത്തിൽ നായകനും ക്യാരിയും കൂടി തിരിച്ച് ബാൻഷിലേക്ക് യാത്ര തിരിക്കുന്നു. അവൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നതും ലോയറുടെ അടുത്ത് റാബിറ്റ് മരിച്ച വിവരം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് അലക്സിനെ കാണാൻ ചെന്നിരിക്കുന്ന റെബേക്കയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ശാരീരിക ബന്ധത്തിൽ പോകുന്ന സമയം റെബേക്ക അലക്സ് പോലീസുകാർക്ക് വേണ്ട തെളിവുകൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി അവന്റെ അരയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവന്റെ കഴുത്തുറത്ത് കൊല്ലുന്നു. അലക്സ് മരിച്ചതോടെ പോലീസുകാർക്ക് പ്രോക്ടറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് അയാളെ ജയിലിൽ നിന്നും റിലീസ് ചെയ്യേണ്ടി വരുന്നു. ഇതേസമയം ബാൻഷി ടൗണിൽ നിന്നും കുറെ അകലെ ഒരു ബോക്സിംഗ് ടൂർണമെന്റ് ആണ് കാണിക്കുന്നത്. ഈ സമയം അവിടെ ആൾക്കാരെ ഇടിച്ചുകൊണ്ടിരുന്ന ചെയ്ഡോണിന്റെ അടുത്ത് അലക്സ് മരിച്ചുപോയ കാര്യം വന്ന് പറയുന്നു. ഇത് കേട്ടതും ചെയ്ഡോൺ തനിക്ക് ബാൻഷിലേക്ക് പോകാൻ സമയമായി എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ട് ഈ സീസൺ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ വേണമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക.